ഹായ് നദാൻ സ്പേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈദരാബാദ് ട്രിപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടാണിത്. നമ്മൾ ഇന്നത്തോടുകൂടി ഹൈദരാബാദിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് പോരുകയാണ്. നമുക്ക് ഡയറക്റ്റ് നമുക്ക് ട്രെയിൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ബാംഗ്ലൂർ പോയി ഇറങ്ങിയിട്ടാണ് വരുന്നത്. ഇവിടെ ഞങ്ങൾ ലാസ്റ്റ് ഡേ ആയിരുന്നു. കുറേ റെസ്റ്റ് എടുത്തു, വീഡിയോസൊക്കെ കണ്ടു. പക്ഷേ നമ്മൾ ആസ് യൂഷ്വൽ എവിടെയായാലും നമ്മുടെ ഡ്യൂട്ടി സെയിമാണ്, നമ്മളാണ് ഇതൊക്കെ പാക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് പറയുകയും ചെയ്തു, ഡെസ്റ്റിനേഷനും അല്ലെങ്കിൽ ലൊക്കേഷനും മാറി എന്നല്ലാതെ എൻ്റെ ഡ്യൂട്ടിക്ക് ഒരു ചേഞ്ചും ഇല്ലയെന്ന് ഞാൻ പരാതി പറഞ്ഞപ്പോഴത്തേക്ക് ഓടി വന്ന് അതങ്ങോട്ട് എൻ്റെ അടുക്ക് വന്നിരുന്നു കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ ആസ് യൂഷ്വൽ പദപ്പിൽ പരിപാടികളൊക്കെ അവൻ ചെയ്തു. അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് ചേട്ടായോട് പറഞ്ഞപ്പോൾ ചേട്ടായിയും പറഞ്ഞ് ഞാൻ ഇതുകൊണ്ടെല്ലാം ഞാൻ കോമ്പൻസേറ്റ് ചെയ്യുക, ഇത് ഇന്നൊരു ദിവസത്തേക്ക് നീതി ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളിൽ ഞാൻ ഹെൽപ്പ് ചെയ്തോളാം എന്നുള്ളൊരു വൻ രാഷ്ട്രീയക്കാരുടെ വലിയൊരു പ്രോമിസൊക്കെ തന്നിട്ടാണ് ഇരുന്നത്. എന്തായാലും നമ്മളൊരു 12:30 സംതിങ്ങിന് എല്ലാം പാക്ക് ചെയ്തു. നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ നിന്നപ്പോഴാണ് ഭയങ്കര ഒരു ഷോക്കിംഗ് ന്യൂസ് ഉണ്ട്. ഇത് ആക്ച്വലി സൺഡേ ആയിരുന്നു. അവിടെ ഹൈദരാബാദിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായി. 14 പേരോളം മരണപ്പെട്ടു വന്ന് 2 പിഞ്ചു കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ആക്ച്വലി ഈ ന്യൂസ് വീട്ടിൽ അറിയാഞ്ഞത് ആ സമയത്ത്, ഈ ന്യൂസ് വന്ന സമയത്ത് ഇവരെല്ലാം പള്ളിയിലായിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇത് സെയിം സ്പോട്ടിൽ നമുക്ക് കോള് വന്നേനെ. എന്തായാലും നമ്മൾ തലേന്ന് അവിടെ പോയി പിറ്റേ ദിവസമാണ്. അന്ന് ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, അവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരുന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ദൈവമേ, അത്രയ്ക്ക് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ അല്ലേ ഇത്. മിഡ് നൈറ്റ് എന്തോ തീപിടുത്തം ഉണ്ടായതാണ്, ഒരു ഹോട്ടലിലായിരുന്നു. അപ്പം ആ ഷോക്കിംഗ് ന്യൂസ് കണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് നമ്മൾ പതിയെ ഇത് ഞങ്ങൾ തമ്മിൽ തന്നെ സംസാരിച്ച് എല്ലാം തീർത്ത് നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് താഴോട്ട് പോയി. നമ്മൾ അവിടെ നിന്ന് നമുക്ക് ട്രെയിൻ എനിക്ക് തോന്നുന്നു 4 മണിക്കോ 4:30 എന്തോ ആയിരുന്നു. ബട്ട് നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ടൈമിൽ തന്നെ, നമ്മൾ എക്സ്ട്രാ ടൈമൊന്നും എടുത്തില്ല, ചെക്കൗട്ട് ടൈം തന്നെ ഇറങ്ങി. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുക, കുറച്ച് ലോക്കൽ പർച്ചേസിങ്ങിന് പോകാം എന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ് നമ്മൾ അവിടെ നേരത്തെ ചെക്കൗട്ട് ചെയ്ത് നമ്മൾ യൂബർ ബുക്ക് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ട്രാഫിക് കണ്ടീഷൻസും നമുക്ക് നല്ല കൃത്യമല്ലായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ നല്ല തിരക്കുമൊക്കെ ആയിരുന്നല്ലോ. ഞങ്ങളങ്ങനെ എത്തി. ഞങ്ങൾ ഹൈദരാബാദ് വന്ന ദിവസം തന്നെ നമ്മൾ ഒരു കേരള മീൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കേരള ഹോട്ടലിൽ നിന്ന്. അവിടെ തന്നെ കയറി ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് ചെല്ലുമ്പോഴാണ് ഞാൻ അവിടെ പോയി വീഴുന്നത്. ഒരു ചെറിയൊരു ടിഷ്യൂ ഫ്രാക്ചറൊക്കെ ആയിരുന്നു, അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല. അത് അത്രയും പെയിൻഫുള്ളായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് എനിക്കൊന്ന് റീസെൻ്റ്ലി എൻ്റെ ഒരു ഓർമ്മയിലേ എനിക്കില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബാംഗ്ലൂർ ചെന്നിട്ട് ബണ്ണാർഘട്ടയൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരം വിളിപ്പിച്ചു. അവിടെ നിന്ന് ചായ കുടിച്ചു, അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ ചിത്രപ്പണികളൊക്കെ കണ്ടു. അതിനുശേഷം അവിടുത്തെ മണിപ്പാൽ ക്ലിനിക്കിൽ കയറി കാല് റാപ്പിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലോട്ട് രാവിലെ ബാംഗ്ലൂർ ഹയാത്ത് സെൻട്രിക്ക് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നത്. ആ വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കാല് ഞാൻ ഒടിച്ചത് എൻ്റെ കാല് ഒടിഞ്ഞു പോയി എന്നാണ് വിചാരിച്ചിരുന്നത്. അത്ര സിവിയർ പെയിനായിരുന്നു. പിന്നെ ബണ്ണാർഘട്ട പോകാൻ പറ്റിയൊരു ക്ലൈമറ്റും അവിടെ ഉണ്ടായിരുന്നില്ല. നല്ല റെയിനി ഡേ ആയിരുന്നു, ഭയങ്കര റെയിനായിരുന്നു. ഐ തിങ്ക് യെല്ലോ ഓറഞ്ച് അലേർട്ട് എന്തോ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളുടെ ഒരു 1 വീക്ക് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റി. ലാസ്റ്റ് ഞങ്ങൾ കൊണ്ടുപോയി ആസ് യൂഷ്വൽ ഞാൻ കല ഉടയ്ക്കുന്നത് പോലെ കല ഉടച്ച് എന്നല്ലാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും ഞങ്ങൾക്ക് നദാൻകുട്ടിന് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ റഷ് ചെയ്ത് പോകുന്നത് അനിയൻ്റെ മാരേജ് നെക്സ്റ്റ് വീക്ക് ആയിരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളങ്ങനെ പോകുന്നത്. എന്തായാലും ഈ ഹൈദരാബാദ് ട്രിപ്പ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പുതിയ സ്ഥലവും പുതിയ ഫുഡൊക്കെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഹയാത്തിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കേരള ട്രെയിൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വെച്ച് എൻ്റെ ഒരു ഫ്രണ്ടിനെ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റി. അവൻ ഓൾറെഡി അവിടെ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലുള്ളതാണ്. ഞങ്ങൾ സ്റ്റീവൻ്റെ ക്യാമ്പിൽ മീറ്റ് ചെയ്താണ്. ഏകദേശം 10-11 വർഷത്തെ സൗഹൃദം ഞങ്ങൾക്ക് പുതുക്കാൻ പറ്റി. അപ്പം ഈ സീരീസ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയ വിശേഷങ്ങളും വീഡിയോസുമായിട്ട് കാണാം. അതുവരെയും ബൈ.